ജിയേഷ്, വർക്ക് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയാണ്, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ്സാണ്. ജെനിഫർ എന്നാണ് പേര്. ആൾക്ക് 1 വയസ്സും 3 മാസമായിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് ട്രാവൽ ചെയ്യുക. മാക്സിമം പൊള്ളാച്ചി, കോയമ്പത്തൂർ, എറണാകുളമൊക്കെ പോയിട്ടുണ്ട്. എല്ലാ യാത്രയിലും കൂട്ടും. ഇല്ല, എൻ്റെ ഒരു കൂട്ടുകാരന് ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയി ഇപ്പോൾ പോമറേനിയൻ എടുക്കാനായിരുന്നു പോയത്. പക്ഷേ ഇതിനെ കണ്ടപ്പോൾ ഒരു 45 ദിവസം പ്രായം ഉണ്ടായുള്ളൂ. ഒരു ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഇത് വൈറ്റ് ആയി കണ്ടാണ്. അപ്പോൾ അങ്ങനെ തോന്നിയൊരു ഇഷ്ടം പെട്ടെന്ന് എടുത്തു. ഞാൻ തന്നെയാണ് ഇതിനെ എല്ലാ സംഭവങ്ങളും ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഹെയർ കട്ടിങ് ആയാലും ബാത്തിങ് ആയാലും ഫുഡിങ് ആയാലും എല്ലാം ഞാൻ തന്നെ ചെയ്യിക്കുക. പുറത്ത് ഷോപ്പുകളിൽ നിന്നും കൊണ്ടുപോകില്ല. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ചെയ്തൊരു ശീലവും അങ്ങനെ ഇപ്പോൾ പല യാത്രയിലൂടെ ഒരുപാട് പേരെ കാണുകയും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്, എല്ലാവരും മാൻ ഫ്രണ്ട്ലി ആയ ആൾ. ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി ഇവിടെ കോയമ്പത്തൂർ പോയപ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം കാറിലായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ കാറ് ആൾക്ക് ഭയങ്കര പേടി, അതിൻ്റെ ഉള്ളിലാകെ ഒട്ടും ഫ്രീ അല്ല, കംഫർട്ടല്ലായിരുന്നു. പിന്നെ ഒരു സമയം ഞാൻ യാദൃശ്യമായിട്ട് ബുള്ളറ്റിൽ ഇങ്ങനെ കയറ്റിയിരുത്തിയപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പോൾ തന്നെ ആൾ സ്റ്റാർട്ടിങ് മൂവ്മെൻറ്റിൽ എഴുന്നേറ്റ് വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. കാഴ്ച കാണുന്നുള്ളൊരു, ശരിക്കും ഇതിൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വണ്ടി ഓടിപ്പിക്കുക എന്നൊരു തോന്നലാണ്. സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും, അത് നിലത്ത് ചാടാം, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾ ബാലൻസിങ് ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ വളവ് വളയ്ക്കുമ്പോൾ അനുസരിച്ച് അത് വളയ്ക്കാനും ചിലപ്പോൾ ബ്രേക്ക് ചവിടണം അതിനറിയാം. നമ്മൾ ബ്രേക്കും കാലും വരുമ്പോൾ തന്നെ ആൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്, ആങ്സൈറ്റിയാണ്. കാണുമ്പോൾ തന്നെ ഒരു കൗതുകം. പെട്ടെന്ന് ഇത്ര ദേഷ്യപ്പെട്ട ഒരാൾ വരുന്നുണ്ടെങ്കിലും ഇത് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ഇതിനെ കാണുമ്പോൾ പെട്ടെന്നൊരു ചിരിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ കാലത്തിന് വീട്ടിൽ നിന്ന് നമ്മുടെ ഷോപ്പിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരി ജസ്റ്റ് അപ്പോൾ തന്നെ പിന്നെ ഭക്ഷണം കഴിക്കില്ല. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് അത് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുക. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മുമ്പിൽ പോകണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ കഴിക്കില്ല. അപ്പോൾ പിന്നെ നമ്മോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കഴിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ എല്ലാ യാത്രയിലും കൂട്ടണം, അല്ലെങ്കിൽ പിണങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഒരു വേറെ ആലോചിക്കൊന്നുമില്ല. രാവിലെ ഇത് 6 മണിയാകുമ്പോൾ നമ്മുടെ സാധാരണ റൂമിലാണ്, കട്ടിലിൻ്റെ അടിയിലാണ് കിടക്കുക. ഒരു കാലത്ത് 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് ആൾ നിൽക്കും. കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് പിന്നെ ആൾ ജസ്റ്റ് ഒന്ന് നമ്മളെ ഒന്ന് എണിപ്പിക്കും. നമ്മളെ വൈക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ്. പിന്നെ കാലത്ത് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. പിന്നെ കാലത്ത് തന്നെ ഒരു റണ്ണിങ് ഉണ്ട്. കാലത്ത് തന്നെ ഒരു 6:30 നമ്മൾ നടക്കാൻ പോവും, അല്ലെങ്കിൽ സൈക്ലിങ്. അപ്പോൾ ഒപ്പം കൂട്ടും. പലരും വന്ന് യാത്രയിലൂടെ നമ്മളൊപ്പം വണ്ടി നിർത്തി ചോദിച്ചിട്ടുണ്ട് ഇതേതാ ബ്രീഡ്. അവർക്ക് കൗതുകമാണ്. പിന്നെ പലർക്കും ഒട്ടുമിക്ക ഇതിലും ഇപ്പോൾ അതിരപ്പള്ളി പോയാലും കോയമ്പത്തൂർ പോയാലും ഒരുപാട് പേര് വണ്ടി നിർത്തി. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കൂടുതലും ലേഡീസ്, അവർക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾ. പിന്നെ ഇതിൻ്റെ പേര് ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാം. ഒരുവിധം മിക്ക എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാ ഫാമിലിയിലും ഭയങ്കര ഒരു ഇതാണ് അറ്റാച്ച്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്നേഹിക്കുന്നവർ എന്താ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ അങ്ങനെ പറയാറുണ്ടല്ലോ. പക്ഷെ ഇതിനിപ്പോൾ നമ്മൾ പോകുന്നിടത്തൊക്കെ വേണം എന്നുള്ളൊരു തോന്നലാണ്. അത്രയൊരു അറ്റാച്ച്മെൻ്റാണ്. ഇതിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു വയസ്സും 2-3 മാസമായിട്ടുള്ളൂ. ശരിക്കും ഞാൻ പുറത്തൊരു പ്രോഗ്രാമിന് പോകാനായിട്ട് അപ്പോഴാണ് ശരിക്കും ഒരു മിസ്സിങ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിനെ കൂട്ടാതെ എങ്ങും പോകാനും പറ്റില്ല. നമുക്കൊരു ലോങ് യാത്രയൊന്നും നമുക്ക് സ്റ്റേയിങ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്റ്റേയിങ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഉച്ചനേരത്തെ മതി. ജസ്റ്റ് ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര തന്നെയാണ്. ഇതിപ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കഴുത്തിലാണ് ഇതിൻ്റെ ഇതാണെങ്കിൽ ഭയങ്കര ഇപ്പോൾ കഴുത്തൊക്കെ പൊട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ചാട്ടം. ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ബെൽറ്റ് ആകുമ്പോൾ ബോഡിക്കാണ് വെയിറ്റ് വരാം. ഇത് നമ്മുടെ ഒരു അത്രയും പ്രിയപ്പെട്ടതാണ്.